നമ്മളപ്പോ വീണ്ടും മൂവാറ്റുപുഴ മാളിയേക്കൽ ട്രക്സിൽ വന്നേക്കാം. അപ്പോൾ അവിടുത്തെ വണ്ടികളാണ് ഇന്ന് നമ്മൾ കാണിക്കണേ. അപ്പോൾ അവിടുത്തെ വണ്ടികളെ കുറിച്ച് സഹീർ കൂടി ഉണ്ട്. സഹീർ നമ്മളോട് ഡീറ്റെയിൽസ് പറയും. ഇവിടെ വണ്ടികളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇന്ന് വണ്ടികൾ എന്തോരുണ്ട്? വണ്ടി ആദ്യം തന്നെ നമ്മുടെ വീഡിയോ ഇതിനു മുമ്പ് കണ്ടേക്കണ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ വീഡിയോ പിടിക്കാൻ പറ്റുന്ന പയ്യൻ ആന്റണിക്കും എന്റെ പ്രത്യേകം നന്ദി. വണ്ടി കൂടുതലും 12 വീലാ, ഭാരത് ബെൻസാ കൂടുതലും നിലനിൽക്കണ കയ്യില്. അതില് 2022 ഉണ്ട്, 2023 ഉണ്ട്, വേറെ നമ്മുടെ തന്നെ 2025 ഉണ്ട്, പിന്നെ നമ്മുടെ 2016 ഉണ്ട് 12 വീല്, പിന്നെ വേറെ 2019 വർഷത്തിലുണ്ട് BS4. പിന്നെ ലൈലൻഡ് പൊതുവെ ഇച്ചിരി കുറവാണ് കയ്യില്. ലൈലൻഡ് ആയിരുന്നു കൂടുതലും ചെയ്യണേ. ലൈലൻഡ് മൊത്തത്തിലൊരു ചില ഉപഭോക്താവ് ഇച്ചിരി കുറവുണ്ട്. പിന്നെ ലൈലൻഡ് ഉണ്ട് 6 വീല്, 6 വീലുണ്ട് 2017, 18, 2022. പിന്നെ 12 വീല് ലൈലൻഡ് ഇവിടെ 2013 ഉണ്ട്. ഈ 22 വണ്ടി സാധാ വണ്ടിയാണോ അവതാറോ? നോൺ അവതാർ. നോൺ അവതാർ കയ്യിലെടുക്കണ്ട? കയ്യിലുണ്ട് 2022 വർക്ക്ഷോപ്പിലുണ്ട്. പിന്നെ നമ്മുടെ ഈ 10 വീല് 2017, 2015, 17 വണ്ടി BS4 ആട്ടോ. 10 വീല് ലൈലുണ്ട്. പിന്നെ 12 വീല് ലൈലുണ്ട് 2013 ഉണ്ട്, 15 ഉണ്ട്, 18 ഉണ്ട്. പിന്നെ ഒരു 22 നമ്മള് മേടിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഇതില് 19 ഇവിടെ ഇല്ല, 15 കൂടി ഇല്ല. അതും വർക്ക്ഷോപ്പിലെ വണ്ടി. നമുക്ക് കൂടുതലും വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പരിധി വരെ വിറ്റു പോകും. പിന്നെ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കൽ തുടങ്ങിയിട്ട് കുറെ നാളുകളായില്ല. അതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലൈലൻഡ് നമുക്ക് 10-22 വർഷമായില്ലോ ലൈലൻഡ് തന്നെ വ്യാപാരം തുടങ്ങിയിട്ട്. ഇപ്പൊ ഈ പ്രാവശ്യം വന്നപ്പോ കണ്ടമാനം വണ്ടി കുറവാണ്. ഭാരത് ബെൻസ് കയറിയേക്കണം കൂടുതല്. ഭാരത് ബെൻസ് നേരത്തെ നമ്മൾ ചെയ്യണ്ടേ കുറവായിരുന്നു. പക്ഷെ ഇനി ഭാരത് ബെൻസ് 2 നമ്മുടെ വരാൻ നിൽക്കുന്നുണ്ട്. 2014 മോഡല്, അല്ല 24 മോഡല്, 2014 വീലോടെ വരാണ്ട്. ഇവിടെ 2022 ഉണ്ട്, 23 14 വീലുണ്ട്. 14 വീലോടെ നമ്മൾ ഓൾറെഡി വരാൻ നിൽക്കുന്നുണ്ട്, വിലയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കാശ് അടച്ച വണ്ടി നമുക്ക് ഡെലിവറി കിട്ടും. അങ്ങനെ നിൽക്കണേ. ഇതൊക്കെയാണ് വണ്ടികളുള്ളൂ. വീഡിയോ നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഈ വണ്ടി തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താ. നമ്മുടെ ലൊക്കേഷൻ വന്നത് പെരുമ്പാവൂരിന് മൂവാറ്റുപുഴയ്ക്ക് ഇടയ്ക്കാണ്. മണ്ണൂർ എന്ന് പറയും. മണ്ണൂര് ഭാരത് പെട്രോളിയം പമ്പിന്റെ ചേർന്നാണ് നമ്മുടെ ഈ യാർഡ് ഇരിക്കുന്നത്. ഈ വണ്ടി ഇട്ടേക്കണ യാർഡ് ഇരിക്കുന്നത്. ഇത് വന്നിട്ട് 2023 വണ്ടി. 2023 ഭാരത് ബെൻസ് 12 വീല്. ഇതില് ടയർ കാണിച്ചോ? ഉള്ളാണെങ്കിൽ ഉള്ളു തുറന്ന് കാണിക്കാം. ഉള്ളു കാണിക്കണോ? കുഴപ്പമില്ല. മീറ്റർ 1,40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ടയറ് പുതിയത് 10 ഉണ്ട്. ടയർ കാണിച്ചു കൊടുത്തോ? ഇത് ബോഡി പെരുമാളിന്റെ ബോഡി നമ്പർ. ഒരു മിനിറ്റ്. ബോഡി കിടക്കണോ? കിൻസ്റ്റൺ ഓട്ടോ ബോഡി വർക്ക്, കഞ്ചിക്കോട്. ഫുള്ള് ഇരുമ്പ് ചാനൽ പെട്ടിയാ. ടയർ കാണിച്ചു കൊടുത്തോ? നല്ല വീട്. ചെറിയൊരു കിളിവാതിലുണ്ടെന്ന് തോന്നുന്നില്ല. ടയറെല്ലാം പുതിയതാ. ഈ 2 ടയറാണ് റീബെൽറ്റ് ഉള്ളൂ. 26 അടി നീളമുണ്ട്. പുള്ളി ഇരുമ്പ് ചാനൽ ബോഡിയാണ്. പിന്നെ വണ്ടിക്ക് ചെറിയ ചെറിയ അപാകതകളുണ്ട്. ഇത് വണ്ടി ഈ ചെറിയ അപാകതകളെല്ലാം നമ്മൾ നന്നാക്കാൻ കൊടുക്കാൻ വേണ്ടി വന്നു. അപ്പത്തേക്കും നീ വന്നത്, അതുകൊണ്ടാണ് എടുത്തോളാൻ പറഞ്ഞത്. കടന്നു വരാം. ചുറ്റ ഈ സൈഡും ഫോട്ടോ എടുത്തോ? ഉൾഭാഗം കാണിക്കട്ടെ. ഉൾഭാഗം ഉള്ള ഇരുമ്പ് ചാനൽ പെട്ടിയാ. ഉള്ള ഇരുമ്പ് ചാനൽ ബോഡിയാണ് വണ്ടി. ആ ഉള്ളൊക്കെ ഒന്ന് ചെറുതി കളഞ്ഞിട്ട് പെയിന്റ് അടിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ അത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. നമ്മളെ സംബന്ധിച്ച് ഈ വണ്ടി ഇങ്ങനെ തന്നെ ഇട്ടൊക്കെ. ഇത് നമ്മള് ലൈനിൽ ഓടുന്ന വണ്ടികളല്ലേ. ഇതിപ്പോ ഒരുപാട് വർണ്ണപ്പണ്ണിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഈ വണ്ടി മേടിക്കാൻ വേണ്ട ഒരു ആ സ്റ്റേജിൽ തന്നെ. ഈ ടയർ പുതിയതാണ്, ഒരു പകുതി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ ടയർ ഞാൻ പറഞ്ഞില്ല 100%. ഇതും പകുതി വെച്ചിട്ടുണ്ട് പേഴ്സന്റ്. ഇതൊരു 3/4 ബട്ടൺ ഉണ്ട് ടയർ, പുതിയ ടയർ. ഈ ടയർ ഇട്ടിട്ടൊരു ശകലം ഓടിയിട്ടുള്ളൂ. ഈ ടയർ ഇതിന്റെ ജോഡി ടയർ അപ്പുറത്തും. അതുപോലെ തന്നെ ടയറൊക്കെ ഒരുവിധം ഓടാനുണ്ട്. 10 ടയർ, 11 ടയർ പുതിയതുണ്ട് വണ്ടിയിൽ. 2 ടയറാണ് റീബെൽറ്റ് ഉള്ളൂ. ഇത് 2023 മോഡലാണ്. ഓഗസ്റ്റ് വരെ ഇത് ഇൻഷുറൻസ് ഉണ്ട്. ടെസ്റ്റ് 2027 ഓഗസ്റ്റ് വരെ ഉണ്ട്. AMC ഉണ്ട് 1 വർഷം ഈ വണ്ടിക്ക്. 1 വർഷത്തോളം AMC ബാലൻസ് നിൽക്കുന്നുണ്ട്. 5 വർഷത്തെ പാക്കേജ് എടുത്തേക്കണ വണ്ടി ഇത്. അപ്പൊ ഇത് 3 വർഷം ആയുള്ളൂ. പിന്നെ 2 വർഷത്തോടെ കിട്ടും. അത് നമ്മൾ 80,000 വെച്ച് അടച്ചു കൊടുക്കണം. വില വന്നിട്ട് നമ്മുടെ ചോദ്യം ഇതിന് 33 ലക്ഷം രൂപ. ഏകദേശം ഫിനാൻസ് ഏകദേശം നല്ല ഡോക്യുമെന്റ് ആണ്. ഇതിന് ഫുള്ള് ലോൺ കയറും. ഒരു
വേറൊരാൾ ഗ്യാരണ്ടർ കൊടുക്കുവാണെങ്കിൽ കൊടുക്കണ ഒരു വണ്ടി ആദ്യമായിട്ട് എടുക്കണ ആൾക്ക് വേറൊരാൾ വണ്ടിയുള്ള ആൾ ഗ്യാരണ്ടർ കൊടുക്കുവാണെങ്കിൽ 30 ലക്ഷം രൂപ ഈ വണ്ടിക്ക് ഉറപ്പായിട്ട് പാസ്സാവും നമുക്ക്. ഇതേ ഫെസിലിറ്റി ഇതിന്റെ തന്നെ ജോഡി വണ്ടി, അതായത് അത് 5100 വണ്ടി നമ്പർ, ഇത് 5200 വണ്ടി നമ്പർ, ഇത് 5200, അത് 5100. ഒരേ പാർട്ടിയുടെ തന്നെ വണ്ടിയായിരുന്നു. പാർട്ടിക്ക് ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് കൊടുത്താ വണ്ടി. അത് വേറെ ഒന്നും, ഇത് ഞാൻ പേര് പോലും എഴുതിയിട്ടില്ല വണ്ടിക്ക്. പേര് എഴുതാത്തതിനാന്ന് വെച്ചാൽ അതിനു മുമ്പ് നീ വന്നു ഇവിടെ വണ്ടിയും കുറവ്, അപ്പൊ വീഡിയോ ഇട്ടോട്ടെ എന്ന് പറഞ്ഞ കാരണം ആര് പറഞ്ഞ. ഇതിന് AMC ഉണ്ട്, ടയർ കാണിച്ചോ, ഫുൾ ബട്ടൺ ടയർ. അല്ല ഈ വണ്ടി 2 വണ്ടി AC അല്ല? 2 വണ്ടി AC ഉണ്ട്, AMC ഉണ്ട്. ഒരു വർഷത്തെ ഒരു അര ബട്ടൺ ടയർ, ഒരു 3/4 ബട്ടൺ ടയർ കാണിച്ചു കൊടുത്തോ. 3/4 ബട്ടൺ ടയർ, അര ബട്ടൺ ടയർ. കിളിവാതിലൊക്കെ ഉള്ള വണ്ടികളാണ്. ഒരു കിളിവാതിലുണ്ട്. എന്തിലും ചെറിയ ലോഡുകളൊക്കെ ഇറക്കാൻ എളുപ്പത്തിന് വേണ്ടി, സവാളക്കൊക്കെ ഓടുമ്പോ നമ്മൾ ലോഡ് കൊണ്ടുവരുമ്പോ ഫ്രണ്ടിൽ ഇറക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു കിളിവാതിലുണ്ട്. അതേ ഫെസിലിറ്റി തന്നെയാണ് ഇതിന്. ഏതോ ഒരു വണ്ടി 1,60,000 ഓടിയിട്ടുണ്ട്, ഒരു വണ്ടി 1,40,000. എങ്ങനെ ആ വണ്ടിയാണോ ഈ വണ്ടിയാണോ എന്ന് അറിയില്ല, അതങ്ങനെ അറിയില്ല. ഒരു വണ്ടി 1,40,000, ഒരു വണ്ടി 1,60,000. ടയർ കാണിച്ചു കൊടുത്തത് ഇതും പുതിയ ടയറാ. ആ, ഇത് 2 കട്ട ടയറാണ് ഈ സൈഡിൽ വന്നേക്കണേ ഈ വണ്ടിക്ക്. ഇതും പുതിയ ടയറാ. ഈ വണ്ടിക്ക് കൊണ്ട് 11 പുത്തൻ ടയർ. മൊത്തം 13 ടയർ ഉണ്ട്, അതിൽ 11 ടയർ പുതിയതാണ്. ആക്സിഡന്റ് ക്ലെയിമോ അങ്ങനെ ഒന്നുമില്ല? ഒന്നുമില്ല. ഇതിനും AMC 1 വർഷം ഉണ്ട്. ഇതിന് AMC ഉള്ളുണ്ട്. പിന്നെ ഇത് നമ്മള് മേടിക്കണോ വിൽക്കണോ അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ഇത് ഒരു കസ്റ്റമർ കൊണ്ടുവരണു, നമ്മൾ ഇത് മേടിക്കണു, അടുത്ത കസ്റ്റമർ വരുമ്പോൾ നമ്മൾ വിൽക്കണു. പിന്നെ ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്നും കൂടുതൽ നമുക്ക് അറിയില്ല. നമ്മൾ കൊടുക്കണു, വലിയ കുഴപ്പമില്ലാണ്ട് വണ്ടികൾ ഓടണു, അതുകൊണ്ട് ആളുകൾ വന്നു മേടിക്കണു. അല്ലാണ്ട് ഇതിന്റെ ബാക്കിയുള്ള ഹിസ്റ്ററികളൊന്നും നമ്മൾ എടുക്കലൊന്നുമില്ല. നമുക്ക് ഫിനാൻസിൽ നിന്നോ എവിടെ നിന്നും വിളിച്ചു പറയുമ്പോ ഷോറൂമാരെ പറയും, ലിസ്റ്റ് പറയും, നമ്മൾ പോയി വണ്ടി മേടിക്കും, നമ്മൾ കൊണ്ടുവന്ന് വിൽക്കും. ഇത്രയുള്ള ഇടപാടാണ് നമുക്കുള്ളൂ. വേറെ സത്യം പറഞ്ഞ ഇടപാട് നമുക്ക് പറയാൻ പറ്റില്ലോ. സെയിം വില തന്നെ 33 ലക്ഷം രൂപ. അതേപോലെ തന്നെ ലോണും കാര്യങ്ങളൊക്കെ ലോൺ 2നും സെയിം ഫെസിലിറ്റി. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് വന്നിട്ട് 2022 മോഡല്, 23 രജിസ്ട്രേഷൻ, 1 വർഷത്തെ AMC, ബമ്പർ ടു ബമ്പർ, 1 വർഷത്തെ ഇൻഷുറൻസ്, 1 വർഷത്തെ ടെസ്റ്റ്. ഇതിന് ഡേറ്റ് അതിനും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസാ. ഇൻഷുറൻസിന് അതിന് 4 മാസം വെച്ച ഡേറ്റ് ഉള്ളൂ. ഇതിന് 1 വർഷത്തെ ഡേറ്റ് ഉണ്ട്. 13 ടയർ ഇതിന്റെ ഒറിജിനലാണ്. ഇതൊരു 3/4 ബട്ടൺ ഉണ്ട് ടയർ, ഫ്രണ്ടിലെ ടയർ ശരിക്കും ചേർത്ത് കാണിച്ചോ. ഇതുകൊണ്ട് പകുതി ഉണ്ട്. ഇത് 3/4 ബട്ടൺ ഉണ്ട് ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇത് ഏകദേശം ഒരു തീരാറായ ടയറുകളാണ് 2 ഒരു 1/4 ബട്ടണ് കാര്യമുള്ളൂ, കുറച്ച് ഓടാം. 26 അടി നീളമുണ്ട്. സ്റ്റിക്കർ വർക്കൊക്കെ ഉള്ളു വേണമെങ്കിൽ കാണിച്ചോ. ഉള്ളില് മരമല്ല ഇട്ടങ്ങനെ പ്ലൈവുഡ് ആണ്. അത് വേണമെങ്കിൽ നമ്മൾ മരമാക്കി കൊടുക്കണമെങ്കിൽ മരമാക്കി കൊടുക്കാം. അല്ല, മരം പ്ലൈവുഡ് നമുക്ക് ഇരുമ്പാക്കി കൊടുക്കണമെങ്കിൽ ഇരുമ്പാക്കി കൊടുക്കാം കേട്ടോ. കസ്റ്റമറിന് അനുയോജ്യമായ രീതിയിലാക്കി കൊടുക്കാം. ഈ സൈഡിലും ഈ ടയർ തിരുവനന്തപുരം രജിസ്ട്രേഷനാ വണ്ടി. ഈ സൈഡിലെ ടയർ, ഈ ടയറും കാവട്ടം പറഞ്ഞാൽ മതി. ഈ ടയർ ഒരു അരവട്ടം പറഞ്ഞോ. ഈ ടയറും ഒരു കാബട്ടൻ. അതായത് ഈ വണ്ടിയിലെ എല്ലാ ടയറും പുതിയതാണ്. ഒരു 50%, 60% അങ്ങനെയൊക്കെയാണ് ടയറിന്റെ നിലവാരം നിൽക്കുന്നത്. ഇതിന് AC ഉണ്ട്. വണ്ടി 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ 3 വണ്ടിക്കും പവർ വിൻഡോ ഉണ്ട്. 3 വണ്ടിക്കും ഈ കിടക്കണേ ഈ 3 12 വീലിനും പവർ വിൻഡോ ഉണ്ട്. പവർ വിൻഡോ കൊണ്ട് AC ഉണ്ട്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും ഉള്ള വണ്ടികളാണ്. അതുപോലെ തന്നെ AMC ഉള്ള വണ്ടികളാണ് 1 ഇയർ. ഈ 3 വണ്ടി ഇത് 22 മോഡൽ, 23 രജിസ്ട്രേഷൻ. അത് 2 പക്ക 23 മോഡല്. ഇതെന്താ വില? ഇതിന് വന്നിട്ട് നമ്മുടെ വില 31 രൂപ. 31.5. ഇതൊരു 10-29 ലക്ഷം ലോൺ പാസ് ആയിക്കൊള്ള. ഇതും ആവും ആ റേഞ്ചിൽ തന്നെ. 10-29 ലക്ഷം രൂപ ലോണാവും. എന്നിട്ട് 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ, 14 വീല്. ഇതിനും ടയർ 10 പുതിയതുണ്ട്. 10 പുതിയതുണ്ട്. ഇതിന് നിലവിലെ ഇൻഷുറൻസ് തീർന്നു നിൽക്കുവാണ്. ഞാൻ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. 1 വർഷം ടെസ്റ്റിന് ഡേറ്റ് ഉണ്ട്. 28 അടി നീളമുണ്ട്. ഫുള്ള് ഇരുമ്പ് ചാനൽ ബോഡി. പെരുമാളിന്റെ ബോഡിയാ? പെരുമാളിന്റെ ബോഡി. ബോഡിയിലെ നെയിം ഉണ്ട് പെരുമാളിന്റെ ബോഡി. ആ ടയർ ഫുൾ ബട്ടൺ ഉണ്ട്. ഈ ടയറും ഫുൾ ബട്ടൺ ഉണ്ട്. ഏതാണ്ട് ഒരു 3/4 ബട്ടൺ ഉണ്ട് ഈ ടയർ. ഇത്
ഒരു അര ബട്ടൺ ഉണ്ട്. ഇത് രണ്ടെണ്ണം ഒരു മുക്കാ ബട്ടൺ വെച്ചുണ്ട്. ഇത് 2 കട്ട ടയറാണ് ഈ വണ്ടിയില്. ടയറൊക്കെ എല്ലാം ഉണ്ടല്ലേ? കട്ട ടയർ ആണെങ്കിൽ നല്ല ടയർ കണ്ടീഷൻ ആണ് വണ്ടി. പ്ലാറ്റ്ഫോം ഷീറ്റാ? പ്ലാറ്റ്ഫോം ഷീറ്റാണ്. അതൊക്കെ കാണിച്ചോ. ബാക്കിൽ കയറാൻ ഇച്ചിരി പാടാ. സൈഡിൽ നിന്ന് കയറാം. വെള്ളം കെട്ടി കിടക്കണ്ടില്ലേ? ആ, വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അത് ചുമ്മാ കിടക്കണ കാരണം ഇതിന് തുളകൾ കുറവല്ലേ വണ്ടിക്ക്, അതുകൊണ്ടാ. ഇത് വാ, അപ്പുറ സൈഡിൽ കാണിച്ചോ. ഇത് വന്നിട്ട് 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പുറത്തെ ടയർ കാണിച്ചായിരുന്നോ? ഇപ്പുറത്തോടെ കാണിച്ചു തരാം. ഇതും ഫുൾ ബട്ടണാണ്. ഇത് അതുപോലെ തന്നെ ഒരു മുക്കാ ബട്ടൺ. ഇത് രണ്ടും ഇത് കട്ട ടയറാണ് ഇതിനകത്ത്. ഇത് രണ്ടും ഫുൾ ബട്ടൺ ടയറാണ്, പുത്തൻ ടയർ. ഇത് രണ്ടും പുതിയ ടയറാണ്. അപ്പൊ 2, 4, 5, 6. അപ്പുറത്തൊരു 5 ടയറില്ല, 11 ടയർ ഉണ്ട്. ഇതിന് IMC ഉണ്ടോ? ഇതിന് IMC ഇല്ല. IMC ഇല്ല അല്ലേ? IMC ഇല്ല. 6, ഒരു മിനിറ്റ് കേട്ടോ. 6, 7, 8, 9, 10, 11 ടയർ പുതിയത് കേട്ടോ. 11 അല്ല? 11 ടയർ പുതിയത്. 3 ടയറാണ് ഇത്തിരി കുറവ്. 3 ടയറിന് കുറവുള്ളതല്ല? 3 ടയർ കുറവാ. 3 ടയർ. ഇതിന്റെ വില എത്രയാ? ഇതിന് വന്നിട്ട് നമ്മുടെ വില 32 ലക്ഷം രൂപ. അതേ വില തന്നെ. 12 വീലും 14 വീലും ഒക്കെ ഏകദേശം ഒരേ വില തന്നെയാ നമ്മൾ. ഫണ്ടിങ് 14 കൂടുതൽ കിട്ടുമോ കുറവോ എങ്ങനെയാ? ലോൺ ഇതിനും കിട്ടും. 30 ലക്ഷം രൂപ ഓടിച്ചു കിട്ടുമല്ലോ. ഈ 10 വീലോ? അപ്പുറത്തുള്ള ഒരു ഭാരതോടെ എടുത്തിട്ട് നമുക്ക് 10 വീലം എടുക്കാം. ഇത് 10 വീലല്ല? അല്ലല്ല, അതും 12 വീല് തന്നെ. മോഡൽ കുറഞ്ഞ വണ്ടിയാന്ന് തോന്നുന്നു. 2015 മോഡല്. 15 മോഡലിൽ പറഞ്ഞാൽ 4 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് 24 അടി ഉണ്ടാവുള്ളൂ അല്ല? 24 അടി ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് 26 അടി ആക്കാം. ഇത് 2015 മോഡല് 4 ലക്ഷം കിലോമീറ്റർ ഓടിയേക്കണു. പുതിയ ഇൻഷുറൻസ്, പുതിയ ടെസ്റ്റ് നമ്മൾ എടുത്തു കൊടുക്കും. ഈ 4 ലക്ഷം ജെനുവിനാ? കറക്റ്റാ. ഇത് കമ്പനിയിൽ പോയി അവർ നോക്കിക്കോട്ടെ. എടുക്കണ കസ്റ്റമർ നോക്കിക്കോളണം. ബാക്കിയൊക്കെ പറഞ്ഞു മനസ്സിലായില്ലേ? കസ്റ്റമർ ചോദിച്ചറിഞ്ഞോളണം. ചേട്ടൻ ചെക്ക് ചെയ്തിട്ടില്ല? നമുക്ക് ഈ ഇടപാടൊന്നുമില്ല. ഇത് 2015 മോഡല്. പുതിയ ഇൻഷുറൻസും പുതിയ ടെസ്റ്റും കൊടുക്കും. ടയർ ഇത് പുതിയ ടയർ. മെക്കാനിക്കൽ ഫുള്ള് മെക്കാനിക്കലാ. ഇത് 2 ടയർ, 3, 4 ഫുൾ ബട്ടൺ ടയറാ ഇതിനകത്ത്. അത് 2 കട്ട ടയറാ. അപ്പൊ 4 ടയർ ഈ സൈഡിൽ നമുക്ക് കിട്ടിയില്ലേ? പ്ലാറ്റ്ഫോം കാണിച്ചോ. പെയിന്റ് അടിച്ചു വന്ന് ഇറക്കണെയാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. ടെസ്റ്റും ചെയ്ത് ഇൻഷുറൻസ് കൊടുത്തേക്കും. അപ്പൊ തന്നെ കസ്റ്റമർ വന്ന് അഡ്വാൻസ് തന്ന അപ്പൊ തന്നെ നമ്മൾ ഇൻഷുറൻസ് കൊടുത്ത് ടെസ്റ്റും ചെയ്ത് കൊടുക്കും. ലോൺ ആവാനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ഒരുക്കി കൊടുക്കും. പിന്നെ പായം കയറൊക്കെ കയറ് എടുക്കണ്ടേ? പായ ഉണ്ടാവണം. ഉണ്ടാവണല്ലേ? നല്ല ടയർ കണ്ടീഷനൊക്കെ നല്ല സീനാട്ടോ. നല്ല. ഇത് വില നിലവാരം ഈ സൈഡോടെ കാണിച്ചോ. ഇതും പുതിയ ടയറാണ്. ഇപ്പൊ 4 ആയില്ലേ? അത്യാവശ്യം നല്ല നല്ല. ഇപ്പൊ 4 ആയില്ലേ? 5 മൊത്തം 7 ടയർ പുതിയതുണ്ട് നിലവില്. 7 ടയർ. 24 അടി വണ്ടിയില് 24 അടി നീളം. 24 അടിയാണ് നിലവില് നീളം. വില വന്നിട്ട് നമ്മൾ 16 രൂപ ചോദിക്കും. എന്തിനും കുറച്ചു കൊടുക്കാം. ഫിനാൻസ് ഒക്കെ വീഴും. എങ്ങനെ? ഫിനാൻസ് ഇതിന് 15 ലക്ഷം രൂപയും കിട്ടും. നല്ല ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ. ഗ്രിഡ് ഉള്ളതല്ല ഭാരത് വൻസ്? ഗ്രിഡ് ഉണ്ട്. ഭാരത് വൻസ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫിനാൻസ് കയറി പോണ്ട്. ഇത് 2013 മോഡല് 12 വീല്. ഇതിന് പുതിയ ബോഡി, പുതിയ ക്യാബിനുമാ. പുതിയ ക്യാബിൻ തന്നെ. ക്യാബിന്റെ ടോപ്പൊക്കെ പോയുണ്ട്. അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയേക്കണെയാ. ക്യാബിന്റെ ഉള്ളിൽ നിന്ന് കണ്ടറിയാം. ബാക്കി വണ്ടികളൊന്നും നമ്മൾ ഊരിയിലില്ല. കണ്ടോ? ഇത് പുതിയ മൈക്കേം ചാനലൊക്കെ പുതിയതിട്ടേക്കണുണ്ടോ? പുതിയ ക്യാബിൻ നമ്മൾ പണിതാ. ടോപ്പും ബാക്കി പറഞ്ഞു മാറ്റേണ്ട വന്നേ. അത് നമ്മൾ മാറ്റി. അതുപോലെ പുതിയ പെട്ടി നമ്മൾ അടിച്ചേക്കണെയാണ്. ഇത് എത്ര? 26 അടി. 26 അടി. ടയറൊക്കെ ഉണ്ടല്ല വണ്ടിയിൽ വന്നിട്ട്. ടയർ വന്നിട്ട് 1, 2. ഇത് സ്റ്റെപ്പിന് കൊടുക്കില്ലേ? സ്റ്റെപ്പിന് നമ്മൾ കൊടുക്കും. ആ ഉള്ളി കിടക്കേണ്ട ടയർ 4 ഈ സൈഡിലുണ്ട്. 26 അടി നീളം ഉണ്ടാക്കുമെന്ന് കാണിച്ചോ. അതിൽ കടന്നു വരാൻ പറ്റും. ഷീറ്റൊക്കെ അടിച്ച് ചുളിവൊന്നുമില്ലാത്ത പുതിയ ഷീറ്റ് അടിച്ചേക്കാൻ തന്നെ. ഷീറ്റൊക്കെ അടിച്ച് നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ്. പുതിയ പെട്ടി കെട്ടിയേക്കാൻ തന്നെ. ഈ സൈഡിൽ ഈ പറഞ്ഞാല്
ഒരു കേസിങ്ങും ഒരു ടയറ് നല്ലതുമാണ്. 5-6 ടയർ ഉണ്ട്. ഇത് വല്ല ഒരു പാവപ്പെട്ടവനൊക്കെ വന്ന മേടിച്ച് ലോക്കൽ ഓടാൻ നല്ല സെറ്റ് വണ്ടിയാണ്. 2013 വലിയ എഞ്ചിൻ വണ്ടിയാണ്. ഇത് 31-16 ആവില്ല. ഇത് 31-16 വരുള്ളൂ. 31-16 വലിയ എഞ്ചിനാ. 31-16 ലാസ്റ്റ് വണ്ടിയത്. 31-16 ആദ്യം തന്നെ ചെറിയ എഞ്ചിനാണ്. ഇത് 18 ലിറ്റർ ഓയിലിന്റെ എഞ്ചിനാ. ഇതിന് നല്ല മൈലേജ് ഉണ്ടാവും. 18 ലിറ്റർ 16 ലിറ്റർ ഓയിലാ വണ്ടി. നല്ല മൈലേജ് ഉണ്ടാവും. നമുക്ക് വന്നിട്ട് വേറെ 13 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. 13 രൂപ ഫൈനാൻസ് വേണമല്ലോ. ശ്രീറാമിൽ കൊടുത്ത 13 രൂപ ലോൺ കിട്ടും വണ്ടിക്ക്. ഇത് വന്നിട്ട് 2018 BS4 6 വീല്, 6 ടയർ ഒറിജിനല്, പുതിയ ഇൻഷുറൻസ്, പുതിയ ടെസ്റ്റ്, ഫുള്ള് ഇരുമ്പ് ചാനൽ ബോർഡ്. ടയർ നോക്കണ്ട, ടയറെല്ലാം ഉണ്ട്, ഫുള്ളുണ്ട്. എല്ലാം ഫുള്ളുണ്ട്. ഫുള്ള് എന്ന് പറഞ്ഞാൽ ടയറെല്ലാം പകുതി വെച്ചോളൂ. പക്ഷെ വണ്ടിക്ക് ഫുള്ള് പേപ്പർ ഉണ്ട്. ടയർ ഇത് ഫുള്ള് ടയറാ. ബാക്കിയുള്ള ടയർ ഒരു അരവട്ടം വെച്ചോളൂ. കെട്ടിയപ്പോഴാണോ അതോ? അല്ലല്ല, നമ്മളിത് ബാക്ക് ബോഡി നമ്മള് നല്ല ബോഡിയായി വണ്ടിയുടെ മേടിച്ചിട്ട് അതിന്റെ ഉള്ളു കാണിച്ചു കൊടുത്തോ. നമ്മളെ അപാകത ബോഡിക്ക് അപാകത ഉണ്ടെങ്കിലാണ് നമ്മൾ മാറ്റി കെട്ടേണ്ടേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ അങ്ങനെ തന്നെ പോകും വണ്ടി. അല്ല, ബോഡിയുമ്പോ വലിയ കുഴപ്പം കാണാനില്ലേ? ബോഡി നല്ല ബോഡിയാ. അതുപോലെ നല്ല പ്ലേറ്റ് സെറ്റും ഉള്ള വണ്ടിയാ. നല്ല പെട്ടിയല്ലേ? ഇപ്പുറത്തെ സൈഡും കാണിച്ചു കൊടുക്കും. 18 അടി നീളമല്ലോ അല്ല? 18 അടി. BS4 വണ്ടി 2020 താഴേക്ക് വണ്ടി കമ്പനി ഇറക്കിയേക്കുന്ന 18 അടി വണ്ടിയെ കൂടുതലുള്ളൂ. പിന്നെ വളരെ അപൂർവം വണ്ടി 20 അടി ഉണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ വല്ല കമ്പനിക്കാരുണ്ടെങ്കിൽ അവർ 20 അടി സ്വന്തം ചോദിച്ച് മേടിച്ചെങ്ങനെ. ബാക്കിയൊക്കെ നീളം കൂട്ടുന്ന ആൾക്കാര്, അല്ലാണ്ട് നമ്മുടെ കയ്യിലൊന്നും ഇല്ല. ഇത് കറക്റ്റ് 18 അടിയാ BS4 വണ്ടി. ക്യാബിൻ തുറക്കണോ? ക്യാബിൻ നല്ല ക്യാബിനാ, നല്ല ക്യാബിനാ. നോക്കിക്കോ, പുതിയ ടയറല്ലേ കിടക്കണേ. ക്യാബിനൊക്കെ നല്ല നീറ്റാ. ഈ ഷട്ടർ പറഞ്ഞ പോയി കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് വന്നപ്പോ കണ്ടേ. അതൊരു 500 കൊടുത്ത് തന്നെ ഷട്ടർ ശരിയായി കിട്ടും. അല്ല, വണ്ടി നല്ല കാണാൻ ചന്തള്ള. ഇതെങ്ങനെ വില? ഇത് വന്നിട്ട് നമ്മുടെ വില 17,50,000 രൂപ. 2018 BS4, പുതിയ ഇൻഷുറൻസ്, പുതിയ ടെസ്റ്റ്. വണ്ടി മേടിച്ച് ഓടിച്ചാൽ മതി. നെഗോഷ്യബിൾ അല്ല? 17,50,000. വില നെഗോഷ്യബിൾ. എനിക്ക് ആ വിലക്ക് കൊടുക്കാനാവുള്ളൂ. ഇത് ഇനി അത് കുറച്ച് കൊടുക്കാനൊന്നും ആവൂല, ഉള്ള സത്യം പറയാറ്. പണിതുണ്ട്. ഇത് വന്നിട്ട് 2017 മോഡൽ തന്നെ 10 വീല് BS4 ആട്ടോ വണ്ടി. BS4 വണ്ടി. അപ്പൊ 26-18 ഏതിതാ? ഇത് 25-16 BS4 വണ്ടി. BS4 മതി ആൾക്കാർക്ക്. ഈ 10 വീല് ലോറിയിൽ BS4 മതി. ഇതിന്റെ ബോഡി നല്ല ബോഡി കേട്ടോ. ഇത് 18 അല്ലല്ലോ, 16. 2017. 25-18 ആണോ 16 ആണോ? 25-18. 18 അത് ചോദിച്ചാ 16 പറഞ്ഞ നേരത്തെ. 25-18. ടയർ പുതിയതുണ്ട്. പെട്ടിയിടാകം നോക്കിയോ, നല്ല ക്യാബിനാണ്, പുതിയ ക്യാബിനാണ്. ഇതിപ്പോ നിങ്ങൾ ചെയ്താ? നമ്മൾ ചെയ്താ കൊടുക്കണേ. അതുപോലെ ബാക്ക് പുതിയ ബോഡിയാ. നമ്മുടെ വണ്ടിയുടെ എല്ലാം നമ്മൾ പണികളെല്ലാം തീർത്തിട്ടേ വിൽക്കുള്ളൂ. ഫുള്ള് പണികൾ ചെയ്സൊക്കെ കണ്ടവണേ. അതുപോലെ ടയർ ഉണ്ടോ? ഫ്രണ്ടിൽ 2 ടയർ ഒരെണ്ണം പുതിയത് ഞാൻ കാണിച്ചായിരുന്നു. 2 ടയറോടെ കിടക്കണു. മൊത്തം 6 ടയറുണ്ട് ഇതിനകത്ത് പുതിയത്. കട്ട ടയർ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ടയർ ഇട്ടേക്കണേ. അതുപോലെ അത് കാണിച്ചോ. കിട്ടിയപ്പെട്ടിയാണോ അത്? ഞാൻ കിട്ടിയതാ. ഈ ബാക്ക് മാത്രം നമുക്ക് 10,000 രൂപ മുടക്ക ഈ പുതിയ മോഡൽ ടൈപ്പ് ആക്കണേന്. ഈ ബാക്ക് നമ്പർ പ്ലേറ്റിന്റെ ഭാഗമല്ല. നമ്പർ പ്ലേറ്റ്. ഇതിനകത്ത് കുറച്ച് ജെയിറ്റ് ഒക്കെ വരാനുണ്ട്. അതൊക്കെ ടെസ്റ്റ് ആവുമ്പോൾ പിടിപ്പിക്കാൻ വേണ്ടി ഇട്ടേക്കണേ. നമ്മള് ഇപ്പൊ ടെസ്റ്റ് ആവണം. ഈ വണ്ടി നമ്മള് കൊടുക്കണതിന് മുമ്പ് നമ്മൾ ലൈറ്റ് ഒക്കെ പിടിപ്പിക്കും. ഒന്നാമത്തെ വണ്ടി കുറവ് പറഞ്ഞേ, വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന വണ്ടി ആ കോലത്തിലാണ് ഇപ്പൊ കൊണ്ടുവരണേ. വേറെ സമയമില്ലല്ലോ, വണ്ടി ഇവിടെ കുറവാലോ കാണിക്കാൻ. ഈ സൈഡിലേക്ക് വാ. ഇത് 2 കട്ട ടയർ. ഈ ഭാഗമൊക്കെ ഫുള്ള് പണിതിട്ടുണ്ട്. ഈ 2 ടയർ കട്ട ടയറാ. ഇത് 2 ടയർ പുതിയതപ്പ. 6 ടയറോടെ പുതിയതുണ്ട്. 6 ടയർ പുതിയതുണ്ട്. ഇനി ഇൻഷുറൻസ് കുറവാ. ഇൻഷുറൻസ് നമ്മൾ പുതിയത് കൊടുക്കും വണ്ടിക്ക്. നമ്മുടെ ചോദ്യം 18 ലക്ഷം രൂപ. 18 ലക്ഷം രൂപ. 2017 BS4 25-18 BS4. 16 കുറെ കൂടി നല്ലത്. മൈലേജും കാര്യങ്ങളൊക്കെ ഇരട്ടി വ്യത്യാസമല്ലേ പെർഫോമൻസില്, വലിയില്. മൈലേജിൽ മാറ്റണ്ട്. മൈലേജിൽ മാറ്റം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യണ. സൈറൊക്കെ അതുകൊണ്ട് ഇവിടെ ഈ യാർഡിൽ ഇത്രയും വണ്ടിയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കാണുന്നത് എങ്ങനെ? പുറത്ത് വണ്ടികള് വർക്ക്ഷോപ്പുകൾ. പുറത്ത് വർക്ക്ഷോപ്പിൽ നമ്മുടെ കയ്യില് 2015 മോഡൽ 10 വീലുണ്ട്.
അത് നമുക്ക് ഒരു 12.5 റേഞ്ചിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ 6 വീല് ലോറി നമ്മുടെ കയ്യിൽ 2017 ഉണ്ട്, 18 3-ാം മാസം. ഈ 20 അടി 12 ടൺ പാസിംഗ് ഉള്ള വണ്ടികൾ ഏതാ നിൽക്കണം? ഒരു മിനിറ്റ്, 2022 വണ്ടിയുണ്ട് നമ്മുടെ കയ്യില്, 12 ടൺ പാസിംഗ് അല്ല, 6 വീല്. 20 അടിയാണോ? 20 അടി. അത് നമുക്ക് 22 രൂപയ്ക്ക് വിൽക്കാം. അതും വർക്ക്ഷോപ്പിലാണ്. പിന്നെ ഈ ലെയ്ലൻഡ് 12 വീല് 2019 ഉണ്ട് കയ്യില്, 2015 ഉണ്ട്. 15 വണ്ടി നമുക്കൊരു 16 രൂപയ്ക്ക് വിൽക്കാം. അതുപോലെ 19 വണ്ടി നമുക്ക് പണിതിട്ടുണ്ടോ ബോഡിയും ക്യാബിനൊക്കെ? അതൊക്കെ ഈ വർക്ക്ഷോപ്പിലെ മെയിൻ്റനൻസിന്റെ പണി ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടാ കൊണ്ടുപോളൂ വണ്ടി. അങ്ങനെയാണ് കൊണ്ടുപോളൂ. വണ്ടി കുറവ് കാരണമാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ വണ്ടി നിന്ന് പണിതുകൊണ്ടിരിക്കുക. ഈ 2 വണ്ടിക്കും ചെറിയ ചില്ലറ പണിയുണ്ട്. കുണ്ടാത്തേരാന്ന് വെച്ചാൽ ഇവിടെ വണ്ടിയില്ല, അതുകൊണ്ട് കുണ്ടാത്തിയ. പിന്നെ നമ്മുടെ കയ്യിൽ 2025 12 വീലുണ്ട്, അതും ഭാരത് ബെൻസ്. അത് നമ്മുടെ വേറൊരു ഷോറൂമിലായിട്ട് നമ്മള് ആ പുള്ളി അദ്ദേഹമായിട്ട് നമുക്കൊരു ഷെയറുള്ള വണ്ടിയാ, കുഴപ്പമില്ല. അതുപോലെ തന്നെ അവിടെ തന്നെ നമ്മുടെ 2022 14 വീലും ഉണ്ട്, 22 14 വീലും ഉണ്ട്, 25 12 വീലും ഉണ്ട്. നമുക്ക് വന്ന ആർക്കും സുതാര്യമായിട്ട് നമുക്ക് കൊടുക്കാവുന്ന. അതും 2025 12 വീല് ഭാരത് ബെൻസ് നമുക്ക് 38 ലക്ഷം രൂപയാണ് നമ്മുടെ ചോദ്യം. 22 14 50,000 കിലോമീറ്റർ എന്ന് പറഞ്ഞു. ടയറൊക്കെ 50,000 കിലോമീറ്റർ ഓടി എത്ര ടയറാ പോയിട്ടുള്ളൂ? കമ്പനി ടയർ തന്നെ. അതിന് നമുക്ക് മറ്റേ AMC വേണമെങ്കിൽ 1 വർഷത്തിന് താഴെ ആയിക്കൊണ്ട് നമുക്ക് അതും എടുക്കാമെങ്കിൽ അതും നമുക്ക് എടുപ്പിക്കാം പാർട്ടിനെ കൊണ്ട്. പിന്നെ 14 വീല് ഓർമ്മ അവിടെ ഉണ്ട് 2022, അത് നമുക്കൊരു 32 രൂപ റേഞ്ചിൽ നമുക്ക് അതും കൊടുക്കാം. ഇത്രയൊക്കെ വണ്ടികളാണ് ഉള്ളത്. ഇത്ര വണ്ടിയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.